കാനഡയിൽ നിന്ന് മസ്കറ്റിലെത്തിയെന്നറിയാം, പിന്നെ ഇവരുടെ ഒരു വിവരമില്ലല്ലോ. ശരിയാണ് മക്കളെ, 2 ആഴ്ച എടുത്തു ഞങ്ങളുടെ ജെറ്റ് ലാഗ് മാറാൻ. പകൽ മൊത്തം ഉറക്കം, രാത്രി മൊത്തം എണീറ്റിരിക്കലായിരുന്നു ഞങ്ങളുടെ വിനോദം. പോരാത്തിന് പുറത്ത് നല്ല പൊള്ളണ ചൂടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അകത്ത് തന്നെയാണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തത്. സോ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്, ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ചെറിയ ഈവനിങ് ഇൻ മൈ ലൈഫ്. ഒന്ന് ഉഷാറാവാൻ കുറച്ച് സ്നാക്സും അതിൽ ഉഷാറ് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പോയത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന പ്രൈമറി സ്കൂളിലേക്കാണ്. പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത് ബിക്കോസ് ഗ്രേഡ് 1 to grade 5 ഈ സ്കൂളിലാണ്. എനിക്ക് ഈ സ്കൂളിലത്തെ ഒരുപാട് മെമ്മറീസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഗ്രേഡ് 1 ക്ലാസ് മുറിയും അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറ്, പിന്നെ ക്ലാസ് ഫോട്ടോ എടുക്കാൻ പോകുന്ന സ്ഥലം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും, നമുക്കറിയില്ല, കാരണം ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കണ്ടിട്ട് കുറേ കാലമായി. ആൻഡ് ഐ എം ഷുവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സീനിയേഴ്സും എൻ്റെ കൂടെ പഠിച്ചവരും ജൂനിയേഴ്സും എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഹാപ്പി ആയിരിക്കും. ആൻഡ് എപ്പോഴൊക്കെ എനിക്ക് മസ്കറ്റിലേക്ക് വരാൻ ചാൻസ് കിട്ടാറുണ്ട്, അപ്പോഴൊക്കെ ഞാൻ പഠിച്ചു പോയ സ്കൂളുകളൊക്കെ എന്തായാലും പുറത്തുനിന്ന് അറ്റ്ലീസ്റ്റ് കാണാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഓൾമോസ്റ്റ് 15 years ഞാൻ സ്പെൻഡ് ചെയ്ത സ്ഥലമാണ് വാദിക്കൽ. സോ ഐ ഓൾവേസ് ട്രൈ ടു റീവിസിറ്റ്. എപ്പോഴൊക്കെ എനിക്ക് ചാൻസ് കിട്ടുന്നു അപ്പോൾ ഞാൻ ഈ സ്ഥലത്തേക്ക് വരാം. ബിക്കോസ് ഇറ്റ്സ് ഓൺലി പ്ലേസ് വെയർ ഐ ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ്. അതുപോലെ തന്നെ മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ് കോർണിഷ്. ഞങ്ങൾ കുട്ടിക്കാലം തൊട്ട് അപ്പയമ്മയും കൊണ്ടുവരുന്നൊരു സ്ഥലമാണിത് കേട്ടോ. ആൻഡ് ദിസ് മൊമെൻറ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്, കാരണം ഇപ്പം എൻ്റെ കുട്ടികളെയാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്.